back to Bosco Campus Vision. In this session, we will discuss the topics of micro marketing and sustainable marketing. Let's get started with it. What is micro marketing? Marketing or advertising may be aimed at a specific group of people is called micro marketing. Here, the marketing is aimed at a small group of people, or it may be called as micro marketing. Let's see the definition of micro marketing. Micro marketing is a marketing strategy in which marketing and advertising efforts are focused on a small group of tightly targeted consumers for marketing of specific products and services. മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സോ സർവീസോ ആ ഒരു മാർക്കറ്റിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ഇറക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അറ്റൻഷൻ കിട്ടുന്നതിലേക്കായിട്ടായിരിക്കും ഒരു അഡ്വർടൈസിങ് പോലും അവർ ചെയ്യുന്നത്. അതിനെയാണ് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സെഗ്മെൻറ്റഡ് മാർക്കറ്റിംഗ്, അതായത് ഏജ് വൈസൊക്കെ ഉള്ള കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇറക്കുക, അതാണ് മൈക്രോ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ വി ക്യാൻ സേ ആൻ ആക്ടിവിറ്റി യൂസ്ഡ് ടു മാർക്കറ്റ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഡയറക്ട്ലി to targeted groups of individuals based on specific information that has been collected about them. അതായത് ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, അവരെ എയിം ചെയ്ത് കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സുകൾ, അവർക്ക് ആവശ്യമുള്ള സർവീസസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് അവരെ ഫോക്കസ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് അവരിലേക്ക് ഇറക്കുന്നു. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് കളക്റ്റീവ്ലി പറയാം മൈക്രോ മാർക്കറ്റിംഗ് എന്ന്. An activity used to market products or services directly to targeted groups of individuals. ഇപ്പോൾ ഏജ് വൈസ് ആണെങ്കിൽ 60 വയസ്സിന് മുകളിലോട്ടുള്ള റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളവരെ വെച്ച് നോക്കി 60 തൊട്ട് 65 വയസ്സ് വരെ അവർക്ക് വേണ്ടുന്ന സർവീസസ് അവരുടെ അടുത്ത് പോയി കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് എന്നിട്ട് അവർക്ക് വേണ്ടുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ശരിക്കും മൈക്രോ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An activity used to market products or services directly to targeted groups of individuals based on specific information that has been collected about them. Let's look at the benefits of micro marketing. First one is highly targeted. Here, micro marketing is a concentrated marketing that allows companies to become more specific. Under it, all efforts are directed towards the specific market segment and understanding their needs and demands based on their gender, location, interest, etc. അതായത് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി ടാർഗറ്റഡ് ആണ്. അതായത് ഇവിടുത്തെ മാർക്കറ്റ് സെഗ്മെൻറ്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ ജെൻഡർ വൈസ് അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ ഡെമോഗ്രഫി, ആ ഒരു ലൊക്കേഷൻ, ഇതൊക്കെ ബേസ് ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതാണ് ടാർഗറ്റ് കൊണ്ട് സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെഗ്മെൻറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന കുറേ കസ്റ്റമേഴ്സ്, അവർക്ക് വേണ്ടുന്ന പ്രോഡക്ട്സും സർവീസസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഹൈലി ടാർഗറ്റഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ യൂസർ ജനറേറ്റഡ് ഗ്രോത്ത്. Here, micro marketing strategies tend to sow seeds in micro areas and in the minds of specific customers. The initial users instantly spread the message to other people in that area. Okay, ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് വെച്ചു, അവർക്ക് പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു വിത്ത്
മണ്ണിലേക്ക് എറിയുന്നത് കണക്ക് ആണ്. മൈക്രോ ഏരിയാസിലേക്ക് ഈ ഒരു പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇട്ട് കൊടുക്കുന്നു. സോ അപ്പോഴാണ് അവിടുത്തെ കസ്റ്റമേഴ്സ് ഇത് ഉപയോഗിച്ച് അതിനുശേഷം അവിടെയുള്ള ലൊക്കാലിറ്റിയിൽ ആ ഒരു ഏരിയ മുഴുവൻ അതിനെക്കുറിച്ച് ആ ഒരു പ്രോഡക്ട്സ് ആൻഡ് സർവീസിനെ കുറിച്ച് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ്സ് യൂസർ ജനറേറ്റഡ് ഗ്രോത്ത്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്. മൈക്രോ മാർക്കറ്റിംഗ് requires only micro budget. Here, the costs associated with micro marketing campaigns are relatively lesser. നമുക്കറിയാം മാർക്കറ്റിങ്ങിന് അഡ്വർടൈസിങ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു മൈക്രോ മാർക്കറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മൈക്രോ മാർക്കറ്റിങ്ങിന് ബജറ്റ് വളരെ കുറച്ച് മതി. അതായത് കുറച്ച് പൈസയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ അടുത്തേക്കാൻ നമ്മുടെ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് അവരുടെ ഇൻഫർമേഷൻസ് അവരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് അവർ തന്നെ പിന്നീട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ അംബാസിഡേഴ്സായിട്ട് അങ്ങ് മാറുകയാണ്. സോ ദർ ഈസ് നോ നീഡ് ഓഫ് ഫർദർ amount to spend advertising. Now we can move to the another topic, sustainable marketing. This marketing concept, that is sustainable marketing, is a new concept in marketing and business. In the 21st century, the marketers focus on the environmental and social issues along with the commercial aspects. Sustainability maintains a balanced approach to environment, human health, and better business management. Let us continue the session in detail. Let us see the meaning and definition of sustainable marketing. Sustainable marketing is the marketing and promotion of environment-friendly and socially responsible products, practices, and brand values. The concept of sustainable marketing holds that an organization should meet the needs of its present consumers without compromising the ability of the future generation to fulfill their own needs. ഓക്കെ, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. ഹിയർ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഡക്ട്സ് മുഴുവനും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും സോഷ്യലി റെസ്പോൺസിബിൾ പ്രോഡക്ട്സ് ആയിരിക്കും ഇവിടെ അവർ പുറത്തിറക്കുന്നത്, ആ ഒരു കമ്പനി പുറത്തിറക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഇറക്കുന്ന ടെക്നിക്സാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അതായത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും സോഷ്യലി റെസ്പോൺസിബിൾ പ്രോഡക്ട്സുകളും മാർക്കറ്റിൽ ഇറക്കുന്നതാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാം എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇറങ്ങുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ വരുന്ന മിക്ക കാർസുകളും എന്താണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർസാണ് ഇപ്പം വരുന്നത്. കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് പരമാവധി കുറച്ച് കൊണ്ടിട്ടുള്ള കാർസാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഡീസൽ എൻജിൻ അവോയ്ഡ് ചെയ്തിട്ടുള്ള കാർസും പുറത്തു വരുന്നുണ്ട്. ഓക്കെ, അത് എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അത് അങ്ങനെയുള്ള പ്രോഡക്ട്സുകളുണ്ട്. പിന്നെ നെക്സ്റ്റ് സോഷ്യലി റെസ്പോൺസിബിൾ എന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ അതിൽ അവർ എഴുതിയിട്ടുണ്ട് ഈ ഒരു പ്രൈസ് നിങ്ങളോട് ഈടാക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ₹1 പഠിക്കാൻ ധനശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ അവർ കൂടിയാണ് പഠിക്കുന്നതെന്ന്. ₹1 നിങ്ങൾ അതിനകത്തുനിന്ന് കൊടുക്കുന്നതിനകത്തുനിന്ന് ₹1 അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ടെന്ന്. ദാറ്റ് ഈസ് എ സോഷ്യലി റെസ്പോൺസിബിൾ പ്രോഡക്ട്സ്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നു. സോ ഇതാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഫിലോസഫി തന്നെയാണ്, അതായത്
ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള ഒരു കരുതൽ കൂടി വേണമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എല്ലാം ഉപയോഗിച്ച് തീർത്താൽ ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണ് അവശേഷിക്കുന്നത്? സോ ഈ ഒരു കൺസെപ്റ്റ് സസ്റ്റൈനബിലിറ്റി അതുകൂടി ഈ ഒരു മാർക്കറ്റിങ്ങിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് The concept of sustainable marketing holds that an organization should meet the needs of its present consumers without compromising the ability of the future generation to fulfill their own needs. ഒരു ഓർഗനൈസേഷൻ അവർ ഇപ്പോഴുള്ള തങ്ങളുടെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള പ്രോഡക്ട്സ് ഇറക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭാവിയിലേക്ക് ഒരു കരുതൽ കൂടി വയ്ക്കുന്നു. ഭാവിയിലേക്ക് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം തന്നെയും അതിനകത്തൊരു കോംപ്രമൈസും ചെയ്യാതെ അത് ഭാവിയിലേക്ക് കൂടി ഒരു കരുതൽ വെച്ചുകൊണ്ട് ഇന്നത്തെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലേക്കുള്ള കമ്പനികൾ, അത് ഈ ഒരു സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങിൽ വന്നിരിക്കുന്ന കൺസെപ്റ്റാണ്. Let us look at the benefits of sustainable marketing. First benefits is the promotion of pure quality products. Here, in sustainable marketing aims at promotion of production and consumption of pure quality products. It is a philosophy that promotes production and sale of eco-friendly products with the protection of ecological balance. അതായത് സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സുകൾ നമുക്ക് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്കോളജിക്കൽ ബാലൻസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് കിട്ടുന്നു. സെക്കൻഡ് വൺ ഈസ് ഫെയർ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സൊസൈറ്റി. Sustainable marketing is a philosophy of fair and just dealing with customers and society. It aims at restricting duplication and adulteration of products. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ബെനിഫിറ്റാണ് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും സൊസൈറ്റിയോടുമുള്ള നല്ല ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ്. അതായത് ഒരിക്കലും പ്രോഡക്ട്സിൽ അഡൾട്രേഷൻ കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ഡ്യൂപ്ലിക്കേഷൻസും പ്രോഡക്റ്റിൽ കൊണ്ടുവരാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമല്ല, ഏറ്റവും അവരെ ഉദ്ദേശം തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഇറക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് എക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ecological environment. It encourages production of pure products by pure technology, conservation of energy, preservation of environment, minimum use of natural resources, and more use of natural food instead of processed foods. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റാണ് എക്കോളജിക്കൽ എൻവയോൺമെൻറ്റിനെ അതേപോലെ നിലനിർത്തുക എന്നുള്ളത്. ഇപ്പം നമുക്കൊരു പ്രോഡക്ട്സ് അവർ ഇങ്ങനെയുള്ള ഫേംസ് പ്രൊഡ്യൂസ് ചെയ്ത് തരുവാണെങ്കിൽ അതിനകത്ത് കഴിയുന്നതും പ്യുവർ ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് എനർജിയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടിട്ടുള്ള പ്രൊഡക്ഷൻ. ദെൻ പ്രിസർവേഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, മിനിമം യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പരമാവധി നാച്ചുറൽ റിസോഴ്സസ് കുറച്ചുകൊണ്ട് എന്നാൽ നല്ല പ്രോഡക്ട്സുകൾ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ടും, അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും മനുഷ്യരിലേക്ക് എത്തിക്കുക ഇൻസ്റ്റെഡ് ഓഫ് പ്രോസസ്ഡ് ഫുഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ലെസ് പൊല്യൂഷൻ. In sustainable marketing concept, the marketer is expected to use renewable resources rather than depleting resources, which helps to reduce polluting and hazardous waste. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് വഴിയുള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റാണ് പൊല്യൂഷൻ കുറഞ്ഞിരിക്കുക എന്നുള്ള. ഹസാർഡസ് വേസ്റ്റുകളൊന്നും ഉണ്ടാകാതെ, അതായത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള മാലിന്യങ്ങളൊന്നും പുറന്തള്ളാത്ത രീതിയിലുള്ള പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുക. ആ ഒരു പ്രോഡക്ട്സ് അതിനനുസൃതമായിട്ടുള്ള പ്രോസസ്സ് വഴി ചെയ്യുക എന്നുള്ളത്, അതുവഴി പൊല്യൂഷൻ കുറയ്ക്കുക, അതും ഒരു ബെനിഫിറ്റാണ്. Then next one is the concern for future generation. In sustainable marketing, there is a space for the generations to come in the heart of every marketer.
the marketer is expected to use renewable resources rather than depleting resources, keeping such resources for the future generation. അതായത് ഓരോ കമ്പനീസും, അതായത് സസ്റ്റൈനബിൾ മാർക്കറ്റിങ്ങിൽ കൂടി പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ എത്തിക്കുന്ന കമ്പനീസ് അവരെപ്പോഴും റിന്യൂവബിൾ റിസോഴ്സസ് ആണ് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതിൻ്റെ കാരണം ഫ്യൂച്ചർ ജനറേഷനെ കൂടി അവർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്, ഫ്യൂച്ചർ ജനറേഷനെ കൂടി പരിഗണിക്കുന്നത് കൊണ്ടാണ്, ഫ്യൂച്ചറിലേക്ക് കൂടി ഒരു കരുതൽ വെച്ചുകൊണ്ടാണ് ഈ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ബെനിഫിറ്റ്സ് of sustainable marketing. They are promotion of pure quality products, then fair dealing with customer and society, protection of ecological environment, and less pollution, concern for future generation.